പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇതിനു മുൻപ് നമ്മൾ നൽകിയൊരു വാർത്തയാണോ? അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കോഴിക്കോട് വടകരയിൽ ന്യൂ ഇയർ ആഘോഷത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. സ്കൂട്ടറിൽ കൊണ്ടുപോകുകയായിരുന്ന പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽ ഷൈജു, അശ്വന്ത് എന്നീ യുവാക്കൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. റിയാസ് KMR വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, പുതുവർഷത്തിൽ തന്നെ ഒരു അപകട വാർത്തയാണ് എത്തുന്നത്. പടക്കം, ആഘോഷത്തിനായി കൊണ്ടുപോയ പടക്കമാണ് പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. പരിക്കുകൾ സാരമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വടകര കീഴിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ശ്രദ്ധക്കുറവ് എന്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമാണ്. വടകര കീഴിൽ പുതുവത്സര ആഘോഷത്തിനിടെയാണ് ഈ പടക്കം ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെ പൊട്ടിത്തെറിച്ചത്. ഇതിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. ഷൈജു, അശ്വന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ അശ്വന്തിൻ്റെത് ഗുരുതര പരിക്കാണ്. മാത്രമല്ല, ഈ ഇരുചക്ര വാഹനം പൂർണ്ണമായും കത്തിനശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു ദൗർഭാഗ്യകരമായ ഒരു വാർത്ത കൂടി ഈ പുതുവത്സര ദിനത്തിൽ നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതും പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു അശ്രദ്ധ കാരണമുണ്ടായ ഒരു പൊട്ടിത്തെറിയാണ്. പടക്കം ഈ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നതിനിടെ, അത് പുതുവത്സര ആഘോഷത്തിന് വേണ്ടി പൊട്ടിക്കാൻ കൊണ്ടുപോകുന്ന പടക്കമാണ് സ്കൂട്ടറിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അശ്വന്തിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഷൈജുവിനെയും അശ്വന്തിനെയും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വ്യക്തമാണ് റിയാസ്. കോഴിക്കോട് വടകരയിലാണ് ന്യൂ ഇയർ ആഘോഷത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. സ്കൂട്ടറിൽ കൊണ്ടുപോയ പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.